ഹായ്, ഐ എം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻ്റർ. ഇന്ന് നമ്മൾ എടുക്കുന്ന പാട്ട് കായാമ്പു കണ്ണിൽ വിടരും, അങ്ങനത്തെ പാട്ട്. അപ്പോൾ ആ ഒരു പാട്ട് എടുക്കുമ്പോഴേ എൻ്റെ രാഗം മോഹനരാഗം ബേസ് ചെയ്താണ് വന്നിരിക്കുന്നത്. പിന്നെ ബോർഡിൽ മിസ് കോഡ്സാണ് എഴുതിയിരിക്കുന്നത്. കോഡ്സ് ഓർഡറായിട്ട് പഠിക്കുക. അതേസമയം നമുക്ക് കീബോർഡിൽ എങ്ങനെയാണ് മോഹനരാഗത്തിൻ്റെ സ്വരസ്ഥാനം എന്താണെന്ന് നമുക്ക് നോക്കാം. അതേസമയം നമുക്ക് അതിലൊരു പാട്ടെടുക്കാൻ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പാട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ പാട്ടിൻ്റെ ലെന്ത് ഇവിടുന്ന് ഇവിടം വരെ ഇപ്പം മിസ് ഇവിടെ പിടിച്ച് വായിക്കുമ്പോൾ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ ശരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ലെന്ത് ഇവിടം വരെ. പക്ഷേ നമ്മളെൻ്റെ മോഹനരാഗത്തിൻ്റെ സ്വരസ്ഥാനം വരുന്നത് ഇതുണ്ട്: ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ആന്തരഗാന്ധാരം, മധ്യമം ഇല്ല, പഞ്ചമം, ചതുശ്രുതി ദൈവതം, നിഷാദം ഇല്ല, ഷഡ്ജം. ഒരു ഹാപ്പി മൂഡിൻ്റെ ഒരു രാഗം പോലെ കാണിക്കുന്നു. പക്ഷേ ഈ പാട്ടിൽ ഇത് വന്ന് ആക്സിഡൻ്റൽ നോട്ടായിട്ട് വരുന്നുണ്ട്. ഒരല്പ പ്രയോഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് മോഹനത്തിൽ ഇങ്ങനെ നിഷാദം നോട്ടില്ല, പക്ഷേ നിഷാദം കയറി വരുന്നുണ്ട് ഈ പാട്ടിനകത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാട്ടിങ്ങനെ എടുക്കുക. നമ്മളെ പാട്ട് ഏതായിരുന്നു? കായാമ്പു അല്ലേ? അതെ. ഇതിങ്ങനെയാണ് ഈ പാട്ടിൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് എടുക്കുമ്പോഴേ ഞാനിത് കുറച്ച് മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് എല്ലാം മൊത്തം കംപ്ലീറ്റ് പാട്ട് കാണിക്കുമല്ല, നിങ്ങൾക്കിത് എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ പാട്ടിൻ്റെ ഇതുണ്ട്: കായാമ്പു. അനുരാഗവതി. അത് കഴിഞ്ഞ് എൻ്റെ പൊന്നലാണ്. ഇതാണ് ഈ പാട്ടിൻ്റെ ഇത്ര സ്വരത്തിൽ ഈ പാട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഓരോന്നായിട്ട് ശ്രദ്ധിക്കുക, പാട്ടെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ പാട്ട് കംപ്ലീറ്റ് അതിൻ്റെ ലിറിക്സ് അറിയാവുന്നവർ നന്നായിട്ട് പാടിക്കൊണ്ട് ഇത് പാട്ടെടുക്കാൻ ശ്രമിക്കുക. കാരണം പറയാമല്ലോ, മിസ് മലയാളത്തിൽ പഠിക്കാതെയാണ് ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് മലയാളത്തിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് പാട്ടിൻ്റെ ലിറിക്സ് ഉച്ചരിപ്പെല്ലാം കറക്റ്റ് ആകാനായത് ട്യൂൺ വെച്ച് പിടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രമിക്കുക. ഇനി കോഡ്സ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എ മേജർ കോഡ്സ് നിങ്ങൾ ഓർഡറായിട്ട് പഠിക്കുമല്ലേ. അപ്പോൾ പല കുട്ടികളോട് പറഞ്ഞു, മിസ്സേ കൈ കൊണ്ട് ഒന്ന് പിടിച്ച് കാണിക്കാമോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒക്ടേവിലല്ല കോഡ്സ് പഠിക്കുമ്പോൾ ബേസിലോട്ട് പോയാണ് കോഡ്സ് പഠിക്കുന്നത്. പക്ഷേ മിസ് അങ്ങോട്ട് നമ്മൾ ക്യാമറ ഇതിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കോഡ്സ് കാണിക്കുക. ഇതിനൊരു ഈസി മെത്തേഡുണ്ട്. അതായത് ഇപ്പോൾ ഇത് കണ്ടോ, എ മേജർ കോഡ് ഇങ്ങനെ ഇരിക്കുക അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, സി ഷാർപ്പ്, എ, ഇ. അപ്പോൾ നമ്മൾ ഈ കോഡ്സ് ഇങ്ങനെ പിടിച്ചു. പക്ഷേ അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, ഈ പാട്ടിൻ്റെ കോഡ്സ് അല്ല കേട്ടോ, നമ്മൾ കോഡ്സ് ഓർഡറായിട്ട് പഠിച്ചു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളിങ്ങനെ എല്ലാ കോഡ്സും പഠിച്ചു വെച്ചാൽ ഏത് പാട്ടിന് ഏത് കോഡ്സ് അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ മിസ് പഠിപ്പിച്ച കോഡ്സ് തന്നെ വീണ്ടും പഠിപ്പിക്കേണ്ടതായിട്ട് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എ മേജറാണ്. അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് എ ഓക്മെൻ്റ് ആക്കണം. എന്ത് ചെയ്യണം? ഈ ഫിംഗർ തമ്മ് ഇവിടുന്ന് പൊക്കുക. ജസ്റ്റ് എ ഓക്മെൻ്റ് ആയി. കണ്ടോ? അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ രണ്ട് നോട്ട് ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുകയാണ്.
നമ്മുടെ തമ്മെടുത്ത് ഇവിടെ വെച്ചു. ഇതിപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് എ ഡിമ്മിഷ്ഡ് ആക്കണം. ജസ്റ്റ് ഇത് കണ്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മിസ്സിൻ്റെ ഈ ലിറ്റിൽ ഫിംഗറിന് സ്ട്രെങ്ത് കുറവാണ്. ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് ശബ്ദം കേട്ടാൽ അങ്ങനെ വരാൻ പാടില്ല. കോഡ്സ് എന്ന് പറഞ്ഞാൽ ഈ 3 കീയുടെ ശബ്ദവും ഒരേ സമയത്ത് ഒരേമാതിരി സ്ട്രെങ്തോടെ ഇരിക്കണം. അതാണ് കോഡ്സ്. എന്താ ഇത് വന്ന് എ ഡിമ്മിഷ്ഡ് ആയി. ഇപ്പം എന്തായാലും സംഭവിക്കുക, നമ്മൾ ഇത് വന്നിട്ട് നമ്മൾ വീണ്ടും ഇപ്പോൾ എ മൈനറിലേക്ക് വരണമെങ്കിൽ എന്ത് വരും? ഇത് കണ്ടോ, ഈ ഫിംഗർ എടുത്ത് താഴെ വെച്ചാൽ എന്തായി? എ മൈനറായി. ഇപ്പം ഇത് നിങ്ങൾക്ക് വന്ന് A6 ആയിട്ട് പിടിക്കണമെന്ന് വെച്ചോ. അപ്പോൾ എ മേജർ 6 വരണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം ഇതേ ഇങ്ങനെ പിടിച്ചാൽ എ മൈനർ 6 ആയിട്ട് വരും. ഇത് കണ്ടോ. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ എ മേജർ 6 ആയിട്ട് വരും. അതേസമയം നമ്മൾ ഈ കോഡ്സ് ഇങ്ങനെ പിടിച്ചാൽ ഇത് വന്ന് A7 ഫ്ലാറ്റ് 9 ആയിട്ട് വരും. അതേസമയം നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചാൽ ഇത് A9 ആയിട്ട് വരും. കണ്ടോ. അത് അങ്ങനെ നമുക്കിങ്ങനെ കോഡ്സുകൾ ഇങ്ങനെ മാറ്റി മാറ്റി പിടിക്കാൻ സാധിക്കും. അത് മിസ് ഇങ്ങനെ ഓർഡറായിട്ട് ഓരോന്ന് കാണിച്ചു തരാം. അതേസമയം ഈ ഫിംഗർ എടുത്ത് നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ A7 ഷാർപ്പ് 9 ആയിട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ കോഡ്സ് ഇങ്ങനെ മിസ് ഇങ്ങനെ പിടിച്ച് കാണിക്കാൻ നിങ്ങൾക്കൊരു ഇത് തോന്നും. പക്ഷെ നിങ്ങളിങ്ങനെ ഓരോ കീ എടുത്ത് മിസ് ബോർഡിൽ എഴുതുന്ന കോഡ്സ് എഴുതി വെച്ചിട്ട് നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഹാർമോണിസ്റ്റൊക്കെ ആണെങ്കിൽ അവർ റൈറ്റ് കൈ കൊണ്ടായിരിക്കും, വലത് കൈ കൊണ്ടായിരിക്കും പിടിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവർ ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെയല്ല ഫിംഗർ എടുക്കുന്നത്. ഫിംഗർ നമ്പർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മിസ്സിന് ഈ ലിറ്റിൽ ഫിംഗറിന് സ്ട്രെങ്ത് കുറവായതുകൊണ്ട് മിസ് ഇങ്ങനെ ഫിംഗർ ചേഞ്ച് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഒരേ ശബ്ദത്തിൽ ഒരേപോലെ ഇങ്ങനെ വരുമ്പോഴാണ് അത് കോഡ്സ് ആകുന്നത്. നിങ്ങൾ ഇങ്ങനെ വെച്ചാൽ അത് കോഡ്സ് അല്ല കേട്ടോ, അത് ബ്രോക്കൺ കോഡായിട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രത്യേകിച്ചുള്ളത്. നിങ്ങൾ ഡൗട്ടുള്ള മിസ്സിനെ വിളിക്കുക. അതേസമയം നമുക്ക് ബോർഡിലേക്ക് നോക്കാം. ബോർഡിൽ എഴുതിയിട്ടുണ്ട് A9. അപ്പോൾ A9 വരുമ്പോൾ എന്താ ഇവിടെ മിസ് പിടിച്ച് കാണിച്ചായിരുന്നല്ലേ? C മാത്രം ഷാർപ്പ്, ബാക്കിയെല്ലാം വെളുത്ത നോട്ട്. അപ്പോൾ ഏതാ നോട്ട് പിടിക്കുന്നത്? C ഷാർപ്പ് B G. അപ്പം നമ്മൾ വന്ന് A മേജർ സ്കെയിലിൽ അവിടെ A വന്നിട്ടില്ല, അല്ല നമ്മുടെ Aയുടെ കോഡ്സ് വന്നിട്ട് ഇവിടെ A വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചത്? A9 എന്ന് വരുമ്പോൾ Aയിൽ നിന്ന് നോട്ട് മാറി Bയിലേക്ക് മാറി വന്നു അല്ലേ? അപ്പോൾ അവിടെ A ഇല്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ A9ൻ്റെ കോഡ്. ഇങ്ങനെ പിടിക്കും. A7 ഫ്ലാറ്റ് 9 വരും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കാണും കേട്ടോ. അങ്ങനെ വന്നാൽ B ഫ്ലാറ്റിൽ നമ്മൾ കൈവയ്ക്കും. അപ്പോൾ നമ്മൾ Bയിലായിരുന്നു ഇവിടെ പിടിച്ചതല്ലേ? ആ Bയിൽ നിന്ന് നമ്മൾ കറുത്ത നോട്ടിലേക്ക് കൈവച്ച് B ഫ്ലാറ്റിൽ കൈവച്ചു. C ഷാർപ്പും E കണ്ടോ. അപ്പോൾ A7 ഫ്ലാറ്റ് 9 ഇങ്ങനെ വയ്ക്കുന്നത്. A7 ഷാർപ്പ് 9 വരും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഇത് കണ്ടാൽ ഇവിടെ മൈനസ് ആണ് കേട്ടോ. ഫ്ലാറ്റിന് മൈനസും ഷാർപ്പിന് പ്ലസ് വിട്ടിട്ടുണ്ട്. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? C ഷാർപ്പ് B ഷാർപ്പ് G. അപ്പോൾ ചോദ്യം വരും, Bക്ക് ഷാർപ്പ് ഉണ്ടോ മിസ്സേ? യെസ്, Bക്ക് ഷാർപ്പ് ഉണ്ട്. അതാരായിട്ട് വരും? ഇവിടെ C. അപ്പം നമ്മൾ വന്ന് Bൻ്റെ ഷാർപ്പ് എന്ന് കണ്ടാൽ നിങ്ങൾ Cയിൽ പിടിക്കണം. അതുപോലെ ഇതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, Eക്ക് ഷാർപ്പ് എന്ന് കണ്ടാൽ ഇത് Fയിൽ പിടിക്കുക. അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫിംഗർ മാറ്റി പിടിച്ച് മിസ് കാണിച്ചായിരുന്നു. അപ്പോൾ നിങ്ങളിത് എഴുതി വയ്ക്കണം. അപ്പോൾ A കോഡ്സാണ് ഈ കാണിക്കുന്ന മുഴുവൻ. പക്ഷേ ഇവിടെ ഒരാൾ Aയുടെ എന്നൊരു ക്യാരക്ടർ, A എന്നൊരു നോട്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് കോഡ്സ് മേലോട്ട് പോകുമ്പോൾ നമുക്ക് വന്ന് ഇപ്പോൾ ഇതെല്ലാം Aയുടെ കോഡുകളാണ് കേട്ടോ. ഇതെല്ലാം എഴുതി വയ്ക്കുക. എന്നാൽ സംശയമുള്ളൊരു മിസ്സിനെ വിളിച്ചാൽ മിസ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ മനസ്സിലാവുന്നുണ്ടോ പഠിക്കുന്നത്? നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് ഇതിൽ സംശയമുള്ള മിസ്സിനെ വിളിച്ച് ചോദിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിന് കാണാം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.